സജീവ് മാർക്കോസ്, ഇപ്പം ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു 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 പ്രഷർ ഫാക്ടറായി വേണമെങ്കിൽ പ്രവർത്തിക്കാൻ കഴിയുന്നത് അറബ് സ്ട്രീറ്റിനാണ്. അറബ് മണ്ണിലെ മനുഷ്യർക്ക്, അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻസ്, ഭരണകൂടങ്ങൾക്ക് അതൊരു മേജർ ഫാക്ടറായി പ്രവർത്തിക്കുന്നില്ല. നമ്മൾ മുകളിൽ കാണുന്ന ഈ സംഗതികൾ മാത്രമേ ഉള്ളൂ. അടിത്തട്ടിൽ അങ്ങനെ ഒരു പ്രഷർ വർക്ക് ചെയ്യുന്നില്ല എന്നാണോ വിചാരിക്കേണ്ടത്? ഞാനിപ്പോ ഒരു അറബ് രാജ്യത്ത് നിന്നാണ് സംസാരിക്കുന്നത്. മാത്രമല്ല, ഞാൻ ഇവിടുത്തെ ഒരു ഗവൺമെന്റ് ജോലിക്കാരനായതുകൊണ്ട് എനിക്ക് പരിമിതികളുണ്ട് ആ ചോദ്യത്തിന് പറയുന്നതിന്. എങ്കിലും എന്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് പറയാവുന്നത്, ഒന്നാമത്തെ കാര്യം, ഭരണകൂടങ്ങളല്ല ജനങ്ങൾ. ഇവിടുത്തെ ഭരണകൂടങ്ങളുടെ സ്വഭാവം അറിയാം. ഇവിടുത്തെ ജനങ്ങളിൽ നിന്ന് കഴിഞ്ഞ 29 കൊല്ലമായി ഈ റീജിയനിൽ പല രാജ്യങ്ങൾ വർക്ക് ചെയ്ത അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ 100% പലസ്തീൻ ജനതയുടെ കൂടെയാണ്. അവരുടെ പ്രശ്നങ്ങളെ 100% മനസ്സിലാക്കുകയും അതിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുമ്പോഴും അവർക്കും അവരുടേതായ പരിമിതികളുണ്ട്. പിന്നെ നമ്മൾ എന്തിനാണ് ഇത്, ബാക്കി 191 രാജ്യങ്ങൾ എവിടെ നിൽക്കുന്നു, ഞാനും നിങ്ങളും എവിടെ നിൽക്കുന്നു, എന്തിനാണ് ഇത് അറബ് രാജ്യങ്ങളെ തൊഴിൽ മാത്രമാക്കുന്നത്? ഇത് ലോകത്തിന്റെ പ്രശ്നമാണ്. ആകെ പാലസ്തീനികൾ ലോകത്തോട് പറയുന്നത് ഇവർക്ക് ആഹാരം വേണമെന്നാണ് പറയുന്നത്. ബാക്കിത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ അവിടെ രണ്ടാമതായി നിൽക്കട്ടെ. അപ്പൊ ഇത് വെറും കുറച്ച് അറബ് രാജ്യങ്ങളോ അവരുടെ ഭരണകൂടങ്ങളോ ഏറ്റെടുക്കേണ്ട പ്രശ്നമല്ല. ഇത് ലോകത്തിന്റെ പ്രശ്നമാണ്. ഇത് കുട്ടികളുടെ ആഹാരത്തിന്റെ പ്രശ്നമാണ്, അവരെ കൊല്ലുന്നതിന്റെ പ്രശ്നമാണ്, അവരുടെ സ്ഥലം കയ്യേറുന്നതിന്റെ പ്രശ്നമാണ്. അവിടെ നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്, യുണൈറ്റഡ് നേഷൻസ് ഉത്തരവാദിത്തമുണ്ട്, എല്ലാ രാജ്യങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട്. അതിൽ കവിഞ്ഞൊരു സവിശേഷമായ ഒരു ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് അറബ്സ് എന്ന് പറഞ്ഞാൽ അവർ ഒറ്റ വിഭാഗമാണെന്ന് ഉള്ള ഒരു തെറ്റിദ്ധാരണ കൊണ്ടാണ്. അങ്ങനെയല്ല. ജോർദാനിയെ പോലല്ല പാലസ്തീനി പോലല്ല മൊറോക്കൻസിനെ പോലെയല്ല ബഹ്റൈനികളെ പോലെ സൗദികൾ. ഇവരെല്ലാം അറബികളും നമ്മൾ പറയുമെങ്കിലും വ്യത്യസ്ത സ്വഭാവക്കാരും വ്യത്യസ്ത രീതികളുള്ളവരും വ്യത്യസ്ത ഭരണകൂടത്തിന് കീഴിൽ നിൽക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഉത്തരവാദിത്തം എന്തുകൊണ്ട് കുറച്ച് അറബ് രാജ്യങ്ങളുടെ ഉത്തരവാദിത്തമായി മാത്രം കരുതണം? ഇത് ലോകത്തിന്റെ പ്രശ്നമാണ്. ഇതിന് മേൽ ലോകത്തിലെ രാജ്യങ്ങളെല്ലാം, മാത്രമല്ല ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ്? അമേരിക്കയും യൂറോപ്പുമാണ്. അവരാണ് ഇതിനകത്ത് ഏറ്റവും ആദ്യം പിൻവലിയേണ്ടത്. അവരാണ് ഈ പ്രശ്നത്തിനകത്തൊരു പരിഹാരം ഉണ്ടാക്കാൻ ശക്തമായി മുന്നോട്ട് വരേണ്ടത്. ധാരാളം ആയുധവും എല്ലാവിധ സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ട് ഒരു രാജ്യത്തെ ഇതുപോലെ നരനായാട്ട് നടത്താൻ സഹായിക്കുന്ന രാജ്യങ്ങൾ, അവർക്കെതിരെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. മറിച്ച് ഈ അറബ് രാജ്യങ്ങൾക്കെതിരെ അല്ല സംസാരിക്കേണ്ടത് എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. പക്ഷെ എനിക്കൊരു ചെറിയൊരു കാര്യത്തിനകത്ത് ഒരു തിരുത്തൊരു അഭിപ്രായം പറഞ്ഞിട്ട് പോകാനുള്ളത്, ഇതിനു മുൻപ് സംസാരിച്ച് മോഹൻ വർഗീസ് പറഞ്ഞത് ഒരുപക്ഷെ ലോകത്തിന് മുഴുവനുമുള്ള ഒരു ധാരണയാണ് ഇസ്രയേൽ ഒരു ജനാധിപത്യ രാജ്യമാണെന്ന്. ഇസ്രയേൽ ഒരു ജനാധിപത്യ രാജ്യമല്ല എന്നുള്ള സത്യം നമ്മൾ അംഗീകരിച്ചേ പറ്റും. അതൊരു എത്നോക്രാറ്റിക് കൺട്രിയാണ്. അതിന്റെ ബേസിക് ലോ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഇസ്രയേൽ ഇസ് ദ നാഷണൽ ഹോം ഫോർ ജൂസ്, ഇറ്റ്സ് നോട്ട് ഫോർ അറബ്സ്. അവിടെ 20% അറബ്സ് ഉണ്ട്. അവരുടെ നാഷണൽ ഹോം അല്ലാതെ ഒരു രാജ്യത്തിന്റെ വിഭവങ്ങളും അവസരങ്ങളും തുല്യമായി വീതിക്കപ്പെടുമ്പോഴാണ് ജനാധിപത്യ രാജ്യമാകുന്നത്. ഇസ്രയേൽ ഒരു ജനാധിപത്യ രാജ്യമല്ല, അതൊരു വംശീയ രാജ്യമാണ്. എത്നോക്രാറ്റിക് റൂളാണ് അവിടെ നടക്കുന്നത്. അവിടുത്തെ നാഷണാലിറ്റി എന്ന് പറയുന്നത് യഹൂദിന് മാത്രമേ ഉള്ളൂ. അറബ്സിന് സിറ്റിസനേ ഉള്ളൂ, നാഷണാലിറ്റി ഇല്ല. അവിടെ താമസിക്കുന്ന 20%. അതുകൊണ്ട് നമ്മൾ ഞാനിതൊരു തർക്കത്തിനോ വിമർശനത്തിനോ ആയി പറഞ്ഞതല്ല. പക്ഷെ ഇത് ലോകത്തിൽ പല, പ്രത്യേകിച്ച് മലയാളികൾക്കുള്ള ധാരണയാണ് ഇസ്രയേൽ ഒരു ജനാധിപത്യ രാജ്യമാണെന്ന്. ഇസ്രയേൽ ഒരു ഡെമോക്രാറ്റിക് കൺട്രി അല്ല, ഇറ്റ്സ് ആൻ എത്നോക്രാറ്റിക് കൺട്രി. അവിടെ നാഷണാലിറ്റി യഹൂദിന് മാത്രമേ ഉള്ളൂ. ബിക്കോസ് അതിന്റെ ബേസിക് ലോയിൽ തന്നെ പറഞ്ഞു, ഇറ്റ്സ് എ നാഷണൽ ഹോം ഫോർ ജൂസ്, നോട്ട് ഫോർ അറബ്സ്. വേർഡ്സ് അവിടെ ഇല്ല, ബട്ട് ഇൻഡയറക്ട്ലി അത് ഇംപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊന്ന് ക്ലാരിഫൈ ചെയ്തത് മാത്രമേ ഉള്ളൂ. നമ്മുടെ വിഷയത്തിലൂടെ പോയാൽ ശരിക്കും ഇത് ഇപ്പോഴുള്ള പ്രശ്നവും ഇതുവരെ നടന്ന പ്രശ്നങ്ങളിലും ലോക രാജ്യങ്ങൾക്കും എല്ലാ ലോകത്തിലെ മുഴുവൻ പൗരന്മാർക്കും ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ മൗനമായിരിക്കാൻ പാടില്ല. അതിനകത്താണ് ഇപ്പോൾ ഒരു ഷിഫ്റ്റ് വന്നിരിക്കുന്നത്. താങ്കൾ പറഞ്ഞ ഇന്ത്യയുടെ നിലപാട്, ഇന്ത്യ ഇങ്ങനെ ഒരു നിലപാടെടുക്കാനുള്ള ഒരു കാരണവുമില്ല. കാരണം ഈ യുണൈറ്റഡ് നേഷൻസിന്റെ 194ാമത്തെ റെസൊല്യൂഷനിൽ കൃത്യമായി ഈ വിഭജനം തെറ്റാണെന്നും അവിടെ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യർക്ക് തിരിച്ചു പോരണമെന്ന് പറഞ്ഞപ്പോ ഈ യുണൈറ്റഡ് നേഷൻസിന് ഇങ്ങനെ ഒരു ടെറിട്ടറിയോ രാജ്യത്തെയോ ഡിവൈഡ് ചെയ്യാനുള്ള അധികാരമില്ല. അവരുടെ ചാർട്ടറിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഒരു രാജ്യത്തെയോ. ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സെപ്പറേറ്റഡ് ആയി. രണ്ട് രാജ്യത്തെയും ഭരണകൂടമില്ലാത്ത നേതാക്കന്മാർ കൂടിയിരുന്നും ജനങ്ങളിൽ ബോധ്യപ്പെടുത്തിയും ഈ രണ്ട് നേതാക്കന്മാരോട് മധ്യത്തിൽ മൗണ്ട് ബാറ്റനെ പ്രഭുവിനെ പോലെയുള്ള ബ്രിട്ടീഷ് അധികാരികളും കൂടി നിന്ന് രണ്ട് രാജ്യങ്ങൾ യോജിച്ച് നടന്ന വിഭജനമാണ്. മറ്റേത് അങ്ങനെയല്ല. പാലസ്തീനികൾ അറിയുന്നില്ല അവരെ നാട് വിട്ടുമുറിക്കുന്നവരും. അവരുടെ അനുഭവത്തോടുകൂടിയല്ല. യൂറോപ്പിൽ നിന്നാണ് ഈ അവരുടെ നാടിനെ, ടെറിട്ടറിയെ, അതിപ്പോ രാജ്യമല്ലെന്ന് നമുക്ക് അവകാശപ്പെടാം. അത് പലസ്തീൻ എന്ന് പറഞ്ഞ ടെറിട്ടറിയെ വെട്ടിമുറിക്കുന്നതിനുള്ള യാതൊരു ലീഡും നടത്തുന്നതിനോ ചർച്ച നടത്തുന്നതിനോ വേദിയാകുന്നതിനോ യുണൈറ്റഡ് നേഷൻസിന്റെ ചാർട്ടറിൽ പോലും പറഞ്ഞിട്ടില്ല. ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചാണ് അവർ ചെയ്തിരിക്കുന്നത്, ലോബിയും ചെയ്തുകൊണ്ട്. അന്നത്തെ ബ്രിട്ടീഷ് താല്പര്യത്തിന് വേണ്ടി അമേരിക്കയും കൂടി ലോബി ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ലോകത്തിന്റെ ഒരു പ്രശ്നമാണ്. ഇതിന് തുടക്കം തന്നെ അനീതിയിലാണ്, നീതിയിലല്ല. അങ്ങനെ ഒരു ടെറിട്ടറിയെ വെട്ടിമുറിക്കാൻ യുണൈറ്റഡ് നേഷൻസ് അധികാരമില്ല, അവർക്ക് അംഗീകരിക്കാൻ അധികാരമില്ല, അവർ അതിനുവേണ്ടി രൂപം കൊണ്ടൊരു സംഘടനയല്ല. അങ്ങനെ അനീതിയിൽ ആരംഭിച്ചിരിക്കുന്ന ഈ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം അതിപ്പോൾ അനീതി തുടർന്നുകൊണ്ടും അങ്ങേയറ്റ ഹീനമായ വംശഹത്യ ചെയ്യുമ്പോഴും നമ്മളെല്ലാവരും ഇതിനകത്ത് പ്രതികരിക്കേണ്ടതുണ്ട്. എല്ലാ രാജ്യങ്ങളും പ്രതികരിക്കേണ്ടതുണ്ട്. രാജ്യത്തിൽ ജനങ്ങൾ അതാത് ഭരണകൂടത്തിന്
സമ്മർദ്ദം ഇടേണ്ടതുണ്ട്. അങ്ങനെ സാങ്ഷൻസ് ഏർപ്പെടുത്തുകയും അങ്ങനെ ഇവർ ഒറ്റപ്പെടുത്തുകയും ചെയ്താൽ മാത്രമേ 94 എങ്ങനെ അപ്പാർത്തൈഡ് ഭരണകൂടത്തിൽ നിന്ന് ഇപ്പോ താജ് പറഞ്ഞ പോലെ അപ്പാർത്തൈഡ് ഭരണകൂടത്തിൽ നിന്ന് എങ്ങനെ സൗത്ത് ആഫ്രിക്ക പുറത്ത് കടന്നുപോകും, അതുപോലെ പാലസ്തീൻ ജനതയ്ക്ക് ഒരു സ്വാതന്ത്ര്യവും അവർക്ക് അഭിമാനത്തോടെ ജീവിക്കാനും അഭിമാനത്തോടെ മരിക്കാനും, ഇന്ന് അവർക്ക് അഭിമാനത്തോടെ മരിക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യം ലോകത്തെല്ലാവർക്കും ഈ അനീതിക്കെതിരെ സംസാരിക്കാനുള്ള ബാധ്യത ഉണ്ട് എന്നാണ്